വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സങ്കടകരമായ ഒരു വീഡിയോ തന്നെയാണ്. പണ്ട് ആമസോൺ എനിക്കൊരു സങ്കടകരമായ വീഡിയോ തന്നിട്ടുള്ളതുപോലെ തന്നെയാണ് ഇന്ന് മീഷോയിൽ തന്നിരിക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ, ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ മീഷോ ഞാൻ ആദ്യമായിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്, ഇഷ്ടം പോലെ തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മീഷോ എന്ന ആപ്ലിക്കേഷൻ വന്ന ആ സമയം മുതൽ ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാൽ ഒത്തിരി പ്രൊഡക്റ്റ് പർച്ചേസ് ഉണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് നെഗറ്റീവ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താണോ ഞാൻ സെയിം ആ സംഭവത്തിൽ ആപ്ലിക്കേഷൻ കണ്ടിട്ടിരുന്ന സെയിം സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ പോലും ഒരു കളർ പോലും ഡിഫറെൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, സൈസ് ഡിഫറെൻറ്റ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി പേരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സൈസ് മാറിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ ഒരു തവണ പോലും എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. പക്ഷെ അതും ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, സാരമില്ല. റിട്ടേൺ അയക്കാനുള്ള പോളിസി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പം വേണ്ട സാധനം ഇപ്പം തന്നെ വേണ്ടേ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്ത് ചെയ്യാം. പക്ഷെ ഞാൻ വാങ്ങിച്ച സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2 ഫ്രോക്കാണ് മേടിച്ചത്. 2 അല്ല, സത്യത്തിൽ 4 ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഒരേ കമ്പനിയുടെയും 2 വേറെ കമ്പനിയുടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 377 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ 374, ഇപ്പം 370 സംതിങ് ആണ് കിടക്കുന്നത്. എന്നാലും ബിലോ 400 അടിയിലാണ് കിടക്കുന്നത്. പക്ഷേ എന്താന്ന് വെച്ചാൽ വന്ന 2 സാധനങ്ങളും ഒരു ബന്ധമില്ലാത്ത കാര്യമില്ല. ഞാനിപ്പം കാറിൽ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇത് കണ്ട പാടെ എൻ്റെ ദൈവമേ, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഡ്രസ്സുമായിട്ട് ഒരു സപ്പോസ് ഇച്ചിരി കളർ ഡിഫറൻസ് ആണെങ്കിൽ പോലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്കിപ്പോൾ ആ സാധനം വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം, കാണിക്കാം. 2 എണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന. ഒരു ബ്ലൂവും പിന്നെ വേറെ ഒരു കളറും ആയിരുന്നു. അത് 2 ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. ഇപ്പം എനിക്ക് വന്നേക്കുന്ന സംഭവം എന്നാന്ന് വെച്ചാൽ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ഓൾറെഡി ഞെട്ടി, ഇനി എന്ത് ഞെട്ടാനല്ലേ. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഇത് കാറിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് നമുക്ക് വന്ന പാക്കേജ്. ഇത് ഓപ്പൺ ചെയ്യും. ഞാൻ പിന്നുണ്ടല്ലോ ഇതിൻ്റെ അഡ്രസ്സൊക്കെ നോക്കി. ഇത് എൻ്റെ പേര് തന്നെ, എല്ലാം എൻ്റെ പേര് തന്നെയാണ് കേട്ടോ. എൻ്റെ പേര് തന്നെ 2 ഐറ്റമാണ് വന്നേക്കുന്നത്. ഒരു ബ്ലൂവും ഒരു പർപ്പിൾ സാധനമാണ് വന്നേക്കുന്നത്. ഇതിന് പുറത്ത് ഇവര് പ്രത്യേകിച്ച് എന്താ ഐറ്റം എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കോഡ് മാത്രമേ ഉള്ളൂ, 010 സംതിങ് എന്താണെങ്കിലും നമുക്കിന്ന് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കി. അപ്പോൾ ഈ കളർ കണ്ടതുകൊണ്ടാണ് ഞാൻ നോക്കിയത്, പെട്ടെന്ന് പൊട്ടിച്ച് നോക്കിയത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കാണിക്കണം വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. മീഷോ എന്ന് വെച്ച് 4 പ്രൊഡക്റ്റ് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ സംഭവമാണ്. തൽക്കാലം അതിങ്ങനെ നമുക്കിടാം. വീഡിയോ ഭയങ്കരമായിട്ട് കാണും. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, എല്ലാം കാറിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മേടിച്ചപ്പം കിട്ടിയ പണിയില്ലേ, 8ൻ്റെ പണി, 8ൻ്റെയും 16ൻ്റെ എന്നൊക്കെ പറയും. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് 2 കുർത്തിയാണേ. ഇതുണ്ടോ, എനിക്ക് വന്നേക്കുന്ന ഒരു പാൻറ്റാണ്. ഓക്കെ, ഈ പാൻറ്റ് ഇതുണ്ടോ, ഇതാണൊരു പാൻറ്റ്. ഇതെനിക്ക് കയറുമോയെന്ന് എനിക്കറിയില്ല. മേ ബി ഇതെനിക്ക് കയറുമായിരിക്കാം. പക്ഷേ ഇതെനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇതിൻ്റെ കൂടെ ഇടാനുള്ള ഒരു ഡ്രസ്സ് പോലെ, സപ്പോസ് അങ്ങനെ ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇടാമായിരുന്നു. പക്ഷേ ലാർജ് ആണ് സൈസ് വന്നേക്കുന്നത് കേട്ടോ. XL ആണ് ഞാൻ ഓർഡർ ചെയ്തത്, ലാർജ് എങ്കിലും വന്ന്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, ഈ ഐറ്റം അല്ല ഞാൻ ഓർഡർ ചെയ്തേ, ഇതാണ്. പക്ഷെ ഇത് ചിലരുടെ ഞാൻ കണ്ടിട്ടുണ്ട് യൂസ്ഡ് ആയിട്ടുള്ള കൈക്കലത്തുണി വരെ കണ്ടിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് വേണ്ടത് ഉടുപ്പല്ല, ഫ്രോക്കാണ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെ. പിന്നെ ഇടാൻ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് പറ്റിയ ചുരിദാറാണ്. അങ്ങനെയാണ് ഇത് റീഫണ്ട് ചെയ്യേണ്ട, ഇത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒരു കുർത്തിക്ക് 377 രൂപ കൊടുത്ത് വാങ്ങിച്ചേക്കുന്നതാണ്. ആ സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ഒരു ഷോളാണ്. ഇതൊരു ഷോളാണ്, അതുകൊണ്ടാ ഈ മറ്റേ സംഭവമൊക്കെയുള്ള ഒരു ഷോള്. കാര്യം ഈ ഷോളും നല്ലതാ, കാണണ്ട, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എന്തിനേലും കൂടെ വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഷോളാണ് വന്നിരിക്കുന്നത്. ഇത് 2 എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് വേണ്ടത് ഫ്രോക്കാണ്, കാരണം അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാനിന്ന് വാങ്ങിച്ചിരുന്ന കാര്യം അതുകൊണ്ട് 2 ഞാൻ റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ കൊടുത്തിട്ടുണ്ട്.
റിട്ടേണിന് കൊടുത്തിട്ടുണ്ട്. റീഫണ്ട് ഞാൻ എക്സ്ചേഞ്ചിനല്ല കൊടുത്തേക്കുന്നത്, റീഫണ്ടിന് വേണ്ടി തന്നെയാണ്. അത് ഓർഡർ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇവരിനി 16-ാം തീയതി ഒക്ടോബർ, ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ 8. ഇത് ശരിക്കും വരുമെന്ന് പറഞ്ഞു ഒക്ടോബർ 14. ഇത് മുന്നേ വന്നു. അതാ കൊള്ളില്ലാത്ത സാധനം മുന്നേ വരുമല്ലോ, അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അപ്പം എന്തായാലും ഈ ഷോളും ആ പാൻറ്റും ഞാൻ റിട്ടേൺ ആക്കുകയാണ്. എനിക്ക് വേണ്ടിയിരുന്നത് കുർത്തിയായിരുന്നു. അതിൻ്റെ ഫോട്ടോ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതായിരുന്നു വേണ്ടിയിരുന്നത്. മീഷോ ഇങ്ങനെയൊക്കെ പണിന്ന് എന്ത് ചെയ്യും അല്ലേ? കാരണം വെച്ചാൽ നമുക്ക് ഈ ടൈമിൽ ആ സാധനം വേണ്ട ടൈമിലായിരിക്കുമല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ഇവർ ഇത് കൂട്ട് പരിപാടി കാണിച്ചാൽ മീഷോ നല്ല വേറെ ആപ്ലിക്കേഷൻ ഇങ്ങനെ കാണും. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം. ഇതിന് മുന്നേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ഈ സംഭവം ഇവിടെ വെക്കാം. ഇതിൻ്റെ ആൾക്കാർ വന്ന് റീഫണ്ടിന് എടുത്തുകൊണ്ട് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി അതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഷോർട്സ് ഇടാനാണ് വിചാരിച്ചിരുന്നത്. ഇതിപ്പം 5 മിനിറ്റ് മേലെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നെപ്പോലെ തന്നെ അബദ്ധം പറ്റി പലരും ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. സാരമില്ല, നമുക്ക് ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ ശരിയാകാം. പക്ഷേ കുറച്ച് ഡിലേ വരുമെന്നേ ഉള്ളൂ സംഭവം വരുമ്പോൾ. സാരമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.